Use Rangikuta method of second order to find y of 0, 1 for dy by dx equal to y square minus x square divided by y square plus x square. Y of 0 is equal to 1. Take h is equal to 0.1. നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ? dy by dx തന്നിട്ടുണ്ട്, which is equal to എന്താണ് y square minus x square divided by y square plus x square എന്ന് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് y of 0 is equal to 1 ആണ് തന്നിട്ടുണ്ട്. എച്ചിന്റെ വാല്യൂ എന്താന്ന് തന്നിട്ടുണ്ട്, 0.1 ആണെന്ന് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? y of 0.1 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇത്രയാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. ഓക്കെ, ഇനി dy by dx എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്? എഫ് ഓഫ് എക്സ് വൈ തന്നെയല്ലേ? എഫ് ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു എന്താണ്? y സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ y സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ എന്നാണ്, അല്ലേ? ഇനി y ഓഫ് 0 ഈക്വൽ ടു 1 എന്ന് വന്നു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഇത് ഇനീഷ്യൽ വാല്യൂസ് അല്ലേ? y നോട്ട് ഈസ് ഈക്വൽ ടു എന്താണ്? 1 ആണ്. ഇതിന്റെ ഉള്ളിലുള്ള ഈ വാല്യൂ ആണ് എന്ത്? എക്സ് അല്ലെ? അപ്പൊ എക്സ് നോട്ട് ഈസ് ഈക്വൽ ടു എന്താണ്? 0 ആണ്. ഇത്രയും നമ്മുടെ ഉണ്ട്. ഇനി h 0.1 ആണ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഓൾറെഡി നിങ്ങളുടെ എക്സ് നോട്ട് ഈക്വൽ ടു 0 ആണ്. അപ്പൊ നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? y ഓഫ് 0.1 കിട്ടും, അല്ലെ? ഇനി നമ്മുടെ രംഗിക്കുട്ടയുടെ സെക്കൻഡ് ഓർഡറിന്റെ ഇക്വേഷൻ എഴുതാം. y n plus 1 is equal to എന്താണ്? yn plus 1/2 into k1 plus k2 എന്നാണ് നമ്മളുടെ ഇക്വേഷൻ വരുന്നത്. അതിൽ k1 is equal to എന്താണ്? h into f of xn, yn ആണ്. ഇനി k2 എന്താണ്? k2 is equal to h of f of xn plus h, sorry ട്ടോ, h into f of xn plus h, yn plus k1. ഇതാണ് നമ്മളുടെ ഇക്വേഷൻസ് വരുന്നത്. അപ്പൊ എനിക്കിവിടെ എന്താ കണ്ടുപിടിക്കേണ്ടത്? y1 ആണ് കണ്ടുപിടിക്കേണ്ടത്. y നോട്ട് നമുക്ക് ഓൾറെഡി ഉണ്ടല്ലോ. അപ്പൊ y നോട്ട് പ്ലസ് ഇതെന്ന് വരും 1/2 ഇൻറ്റു k1 പ്ലസ് k2 എന്ന് വരും. ഇനി k1 എങ്ങനെ കണ്ടുപിടിക്കുക? k1 is equal to h ഇൻറ്റു f ഓഫ് എന്ത് വരും? തൊട്ട് മുന്നത്തെ വാല്യൂ, അതായത് ഇത് k1 y1 ആണെങ്കിൽ പിന്നെ എന്താണ്? എക്സ് നോട്ട് y നോട്ട് ആയിരിക്കും. ഓക്കെ, ഇനി k2ന്റെ ഇക്വേഷൻ എന്താവും? k2 is equal to h ഇൻറ്റു f ഓഫ് എക്സ് നോട്ട് പ്ലസ് h, y നോട്ട് പ്ലസ് k1. ഇതല്ലേ നമ്മുടെ ഇക്വേഷൻസ് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടുപിടിക്കാനല്ലേ ഉള്ളൂ. അപ്പൊ നമുക്ക് ആദ്യം k1 കണ്ടുപിടിക്കാം. k1 is equal to എന്തായിരുന്നു? h ഇൻറ്റു എഫ് ഓഫ് എക്സ് നോട്ട് y നോട്ട് എന്നാണ്, അല്ലെ? ദാറ്റ് ഈസ് ഈക്വൽ ടു എച്ചിന്റെ വാല്യൂ എന്താന്ന് തന്നിട്ടുണ്ട്? 0.1 ആണെന്ന് തന്നിട്ടുണ്ട്. ഇനി നമ്മുടെ എഫ് ഓഫ് എക്സ് y എന്തായിരുന്നു? y സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ y സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ എന്നായിരുന്നു, അല്ലെ? y നോട്ടിന്റെ വാല്യൂ എന്തായിരുന്നു? 1 ആയിരുന്നു. എക്സ് നോട്ടിന്റെ വാല്യൂ എന്തായിരുന്നു? 0 ആയിരുന്നു. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ? വൈയുടെ സ്ഥാനത്തൊക്കെ 1 എന്നല്ലേ കൊടുക്കണ്ടോ? അപ്പൊ 1 സ്ക്വയർ മൈനസ് 0 സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 സ്ക്വയർ പ്ലസ് 0 സ്ക്വയർ. ഇത് 1 തന്നെയല്ലേ കിട്ടിയ ഈ വാല്യൂ? 1 ഇൻറ്റു 0.1 എന്ന് വെച്ച് കഴിഞ്ഞാല് 0.1 തന്നെ കിട്ടും. ഇനി k2 ഇസ് ഈക്വൽ ടു എന്തായിരുന്നു ഇക്വേഷൻ? h ഇൻറ്റു എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് h, y നോട്ട് പ്ലസ് k1 എന്നാണ് ഇക്വേഷൻ. എച്ചിന്റെ വാല്യൂ നമുക്ക് 0.1 തന്നെ ഇൻറ്റു എക്സ് നോട്ട് പ്ലസ് എച്ച്. എക്സ് നോട്ട് 0 ആയിരുന്നു. എക്സ് നോട്ട് പ്ലസ് എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? 0 പ്ലസ് എച്ചിന്റെ വാല്യൂ 0.1, ദാറ്റ് ഈസ് ഈക്വൽ ടു 0.1 കിട്ടി. ഇനി y നോട്ടിന്റെ വാല്യൂ പ്ലസ് k1. y നോട്ട് പ്ലസ് k1 എന്ന് വെച്ച് കഴിഞ്ഞാൽ y നോട്ട് 1 അല്ലായിരുന്നു. പ്ലസ് 0.1 എടുക്കുമ്പോൾ നമുക്ക് എന്തെന്ന് കിട്ടും? 1.1 കിട്ടും. അത് നമുക്ക് ആ എഫ് ഓഫ് എക്സ് വൈയിൽ അപ്ലൈ ചെയ്താൽ പോരെ? അപ്പൊ 1.1 സ്ക്വയർ മൈനസ് 0.1 സ്ക്വയർ ഡിവൈഡഡ് ബൈ 1.1 സ്ക്വയർ പ്ലസ് 0.1 സ്ക്വയർ, ദാറ്റ് ഈസ് ഈക്വൽ ടു 0.09836. എന്ത് ചെയ്യുക? y1 കണ്ടുപിടിക്കുക. y1 ഈസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടും? y നോട്ട് പ്ലസ്
1/2 into k1 plus k2 എന്നാണ്. y0ന്റെ വാല്യൂ 1 plus 1/2 into k1ന്റെ വാല്യൂ 0.1 k2ന്റെ വാല്യൂ 0.09836 is equal to 1.09918. ഓക്കെ, അത്രേ ഉള്ളൂ. Given dy by dx equal to 1 minus 5, y of 0 is equal to 0, use Euler's method with h is equal to 0.1 to compute the value of y of 0.2. ഓക്കെ, അപ്പൊ 0.2 വരെ കണ്ടുപിടിക്കണമെങ്കിൽ എന്തുണ്ടാവും? 2 വട്ടം ഐട്രേഷൻ വരും. കാരണം എന്താ? എച്ചിന്റെ വാല്യൂ 0.1 ആണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഫസ്റ്റത്തെ ഐട്രേഷനിൽ കണ്ടുപിടിക്കുമ്പോൾ എന്താ? y ഓഫ് 0.1 ആ കിട്ടുക. പിന്നെ സെക്കൻഡ് ടൈമിലാണ് നമുക്ക് എന്ത് കിട്ടുള്ളൂ? y ഓഫ് 0.2 കിട്ടുള്ളൂ. അല്ലേ? നമുക്ക് തന്നിട്ടുള്ളത് എടുത്ത് എഴുതാം. dy by dx ഈക്വൽ ടു എന്തെന്നാണ് തന്നിട്ടുള്ളത്? അതായത് അത് തന്നെയാണല്ലോ എഫ് ഓഫ് എക്സ് വൈ വിച്ച് ഈസ് ഈക്വൽ ടു എന്തെന്നാണ്? 1 മൈനസ് y ആണ് തന്നിട്ടുണ്ട്. ഈ y ഓഫ് 0 ഈസ് ഈക്വൽ ടു 0. എന്റെ അർത്ഥം എന്താണ്? y0ന്റെ വാല്യൂ ആണ് എന്ത്? റൈറ്റ് സൈഡിൽ കിട്ടുന്ന വാല്യൂ 0. ഈ ഉള്ളിലുള്ള വാല്യൂ നിങ്ങളുടെ എന്താണ്? x0ന്റെ വാല്യൂ ആണ്. അതായത് x0 ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടി. നേരത്തെ പ്രോബ്ലത്തിൽ ചെയ്ത പോലെ തന്നെ. h ഈസ് ഈക്വൽ ടു എന്തെന്നാണ്? 0.1 ആണ്. ഇനി എന്ത് ചെയ്യണം? ഊളേഴ്സിന്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ എഴുതുക. ദാറ്റ് ഈസ് yn പ്ലസ് 1 ഈസ് ഈക്വൽ ടു എന്തെന്നാണ്? yn പ്ലസ് h ഇൻറ്റു എഫ് ഓഫ് എക്സ് എൻ yn. നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? 1 അല്ലേ കൊടുക്കുക. n 0 കൊടുക്കുമ്പോൾ y1 കിട്ടും. ദാറ്റ് ഈസ് y1 ഈസ് ഈക്വൽ ടു y0 പ്ലസ് h ഇൻറ്റു എഫ് ഓഫ് എക്സ് നോട്ട് y0 എന്ന് കിട്ടും. അല്ലേ? y0ന്റെ വാല്യൂ എന്താണ്? 0 പ്ലസ് h എത്രയാണ്? 0.1 ഇൻറ്റു ഇവിടെ എന്താണ്? ഫംഗ്ഷൻ ഓഫ് x0 y0. x0 y0 0 0 ആണ്. അല്ലേ? നമുക്ക് വേണമെങ്കിൽ ഒറ്റയടിക്ക് എഴുതണ്ട, കുറച്ചും കൂടി വിപുലീകരിച്ച് എഴുതാം. എന്തെന്ന് വരും? ഇൻറ്റു എഫ് ഓഫ് 0 0. അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു 0.1 ഇൻറ്റു നിങ്ങളുടെ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് വൈ എന്താ? 1 മൈനസ് വൈ ആണ്. അതായത് 1 മൈനസ് വൈയുടെ വാല്യൂ എന്താണ്? നിങ്ങൾക്ക് 0. അത് എനിക്ക് എന്തെന്ന് കിട്ടി? ആൻസർ വിൽ ബി 0.1 എന്ന് കിട്ടി. അതായത് നിങ്ങൾക്ക് ഇപ്പൊ കിട്ടിയ വാല്യൂ എന്താണ്? y ഓഫ് 0.1 ആണ് കിട്ടിയിട്ടുള്ളത്. ഇനി എനിക്ക് എന്ത് ചെയ്യണം? y2 ഈസ് ഈക്വൽ ടു കൊടുത്തു കഴിഞ്ഞാൽ എന്നിന്റെ സ്ഥാനത്ത് ഇവിടെ 1 കൊടുക്കേണ്ടതല്ലേ? ഇവിടെ എന്തെന്നാവും? y1 പ്ലസ് h ഇൻറ്റു എഫ് ഓഫ് x1 കോമ y1. ദാറ്റ് ഈസ് ഈക്വൽ ടു y1ന്റെ വാല്യൂ എത്രയാണ്? 0.1. 0.1 പ്ലസ് hന്റെ വാല്യൂ എന്താണ്? 0.1 ഇൻറ്റു നേരത്തെ പോലെ തന്നെയല്ലേ? ഇതിലെ x1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? x0 പ്ലസ് h ആണ്. ഓക്കെ, തൊട്ട് മുന്നത്തെ വാല്യൂ പ്ലസ് h. x0ന്റെ വാല്യൂ 0യും hന്റെ വാല്യൂ 0.1 ആണ്. അപ്പൊ നിങ്ങൾക്ക് ആൻസർ വിൽ ബി 0.1 എന്ന് പറയുന്നത്. ഓക്കെ, y1 നമുക്ക് കിട്ടിയ വാല്യൂ ആണ് 0.1 എന്ന് പറയുന്നത്. അതിവിടെ അപ്ലൈ ചെയ്ത് കൊടുത്തേരെ. കാരണം ഫംഗ്ഷൻ ഓഫ് എക്സ് 1 y1 കൊടുക്കുമ്പോ എന്താണ്? 1 മൈനസ് y1 എന്നാ വരിക. 1 മൈനസ് y1 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 0.1 ആണ്. അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു 0.1 പ്ലസ് 0.1 ഇൻറ്റു 0.9 കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.19. ഇതാണ് നിങ്ങളുടെ എന്ത്? y ഓഫ് 0.2. ഓക്കെ, ഇത്രയല്ലേ ഉള്ളൂ. സിമ്പിൾ ആണ്.